യമനിലെ സുബൈദ് ഗോത്രത്തിൽപ്പെട്ട യുവാവ് തൻ്റെ ഒട്ടകത്തെ വിൽക്കാനും കച്ചവടത്തിനുമായി മക്കയിലെത്തി. അയാളുടെ ഒട്ടകം അബുൽ ഹക്കം എന്ന അബൂജഹൽ വാങ്ങുകയും വില നൽകാതെ പറ്റിക്കുകയും ചെയ്തു. പരിഭ്രമിച്ച ആ സാധു മനുഷ്യൻ കഅബയുടെ പരിസരത്ത് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമോ എന്ന് പരതി നടന്നു. അങ്ങനെയാണ് ഒരു മൂലയിൽ ഒരു നേതാവും അനുയായികളും ഇരിക്കുന്നത് കണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളുമായിരുന്നു അത്. ഈ സുബൈദ് ഗോത്രത്തിൽപ്പെട്ട യുവാവ് തങ്ങളുടെ അടുത്തെത്തി തൻ്റെ ആവലാതി ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇരയായ വഞ്ചിക്കപ്പെട്ട യുവാവിനെയും കൂട്ടി അബൂജഹലിൻ്റെ വീട്ടിലെത്തുന്നു. വാതിലിന് മുട്ടുന്നു. അങ്ങനെ വാതിൽ തുറന്ന അബൂജഹലിനോട് ഈ മനുഷ്യൻ്റെ അവകാശം തിരിച്ചു നൽകാൻ തിരുനബി ആവശ്യപ്പെടുകയാണ്. ഭയന്ന് വിറച്ച അബൂജഹൽ പറഞ്ഞപടി ആ മനുഷ്യൻ്റെ അവകാശം നൽകുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അധികാരവും സ്വാധീനവും ഉപയോഗപ്പെടുത്തി പാവങ്ങളെ വഞ്ചിക്കുന്ന സാമൂഹിക സ്ഥിതിവിശേഷം ചരിത്രത്തിൽ എല്ലാ കാലത്തും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മക്കയിലെ തങ്ങളുടെ ആഢ്യത്വവും മേൽക്കോയ്മയും ഉപയോഗപ്പെടുത്തി അബൂജഹൽ പാവങ്ങളെ പറ്റിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതി സ്ഥാപിക്കുന്ന ചിത്രമാണ് ഇതുൾപ്പെടെയുള്ള പല ചരിത്രങ്ങളിലും നമുക്ക് കാണാൻ പറ്റുക.